ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. നമ്മളിന്ന് റിയാക്ട് നേറ്റീവ് അസിങ്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ലൈബ്രറിയാണ് ചെക്ക് ചെയ്യുന്നത്. അസിങ്ക് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മളൊരു സ്റ്റേറ്റിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വാല്യൂ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് പോകും. അതായത് ഇപ്പോൾ ഒരു ആപ്പ് റൺ ചെയ്യുന്നതിനിടയിൽ ഒരു സ്റ്റേറ്റിലേക്ക് ഞാനൊരു വാല്യൂ എടുത്ത് വെക്കുന്നു. അതിനുശേഷം ആപ്പ് ക്ലോസ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ റീഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ വാല്യൂ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും. അതായത് നമ്മൾ ഈ ലാസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ ആവണമെന്നില്ല. അപ്പോൾ അതുപോലുള്ള ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ അസിങ്ക് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അസിങ്ക് സ്റ്റോറേജിൽ ആഡ് ചെയ്ത് വെക്കുന്ന വാല്യൂ അത് പെർമനൻ്റ് ആയിട്ട് ഡിവൈസിൻ്റെ മെമ്മറിയിലാണ് സ്റ്റോർ ആകുന്നത്. ഇപ്പോൾ റിയാക്ട് നേറ്റീവ് അസിങ്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഈ ഒരു പേജിൽ പോയാൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് yarn add react native async storage /async storage. ആ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് iOS ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് cd iOS pod install. ഇൻസ്റ്റാൾ ആട്ടെ. അപ്പോൾ അതിൻ്റെ യൂസേജിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ലൈബ്രറീസിനും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ആ ഒരു ലൈബ്രറീനെ ഇമ്പോർട്ട് ചെയ്യണം. പിന്നീട് അസിങ്ക് സ്റ്റോറേജിലുള്ള രണ്ട് മെയിൻ ഫങ്ഷനാണ് സെറ്റ് ഐറ്റം അതേപോലെ ഗെറ്റ് ഐറ്റം. അതായത് നമ്മൾ ഈ അസിങ്ക് സ്റ്റോറേജിലേക്ക് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെറ്റ് ഐറ്റം എന്ന് പറയുന്ന ഫങ്ഷൻ. അതേപോലെ സെറ്റ് ഐറ്റത്തിലേക്ക് നമ്മൾ രണ്ട് പാരാമീറ്ററാണ് പാസ് ചെയ്യുന്നത്. ഒന്നൊരു കീ ആണ്, രണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. അതായത് സെറ്റ് ഐറ്റത്തിലേക്ക് പാസ് ചെയ്യുന്നത് ഒരു കീ പാസ് ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ പാസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആ വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി ഗെറ്റ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് വിളിക്കുന്നത്. ആ ഗെറ്റ് ഐറ്റത്തിനകത്തേക്ക് പാസ് ചെയ്യുന്നത് നമ്മൾ ഒരു കീ ആണ് പാസ് ചെയ്യുന്നത്. അതായത് ഏത് കീയിലാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഒരു കീ ആണ് കൊടുക്കുന്നത്. ആപ്പ് ഒന്നുകൂടെ റൺ ചെയ്യാം. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഒരു UI ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരു സ്റ്റേറ്റ്, നെയിം എന്ന് കൊടുക്കാം. പിന്നെ യൂസ് സ്റ്റേറ്റിൽ നമ്മൾ ഒരു എംപ്റ്റി വാല്യൂ കൊടുക്കും. ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ടെക്സ്റ്റ് ഇൻപുട്ടിന് നമ്മൾ ഒരു പ്ലേസ് ഹോൾഡർ കൊടുക്കാം. എൻ്റർ നെയിം, അതുപോലെ തന്നെ ഫോണ്ട് ചേഞ്ച് ടെക്സ്റ്റ്. ഫോണ്ട് ചേഞ്ച് ടെക്സ്റ്റിൽ നമുക്ക് സെറ്റ് നെയിം വിളിക്കാം, അതിലേക്ക് ടി കൊടുക്കാം. ന്യൂ സ്റ്റൈൽ കൊടുക്കാം. വിഡ്ത്ത് ഒരു 80%. ഇപ്പോൾ എൻ്റർ നെയിം എന്ന് പറഞ്ഞ് ആ പ്ലേസ് ഹോൾഡർ കാണിക്കുന്നുണ്ട്. ഓർഡർ വിത്ത് 1, പാഡിങ് ഒരു 8 കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. styles dot name. അതിലേക്ക് നമുക്ക് നമ്മുടെ നെയിം കൊടുക്കാം. നെയിം കോളൻ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ നെയിമിന് ഒരു സ്റ്റൈൽ കൊടുക്കാം, ജസ്റ്റ് പെട്ടെന്ന്. ഓക്കെ, നമ്മൾ കളറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓൺ ചേഞ്ച് ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഒരു നെയിം ടൈപ്പ് ചെയ്യുന്നു. ആ നെയിം നമ്മുടെ ഇവിടെ റെൻഡർ ആയിട്ടുണ്ട്. ഈ നെയിം എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിൽ റെൻഡർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ആപ്പ് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. റീഫ്രഷ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ നെയിം എന്നുള്ള സ്റ്റേറ്റിൻ്റെ വാല്യൂ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് പോയി. അതായത് അതൊരു എംപ്റ്റി സ്ട്രിങ് ആയിപ്പോയി. അതായത് നമ്മുടെ ആപ്പ് റീസ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഇനിഷ്യൽ വാല്യൂയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അസിങ്ക് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അസിങ്ക് സ്റ്റോറേജിൻ്റെ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്റ്റോർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഓക്കെ,
അതിനു മുമ്പ് നമ്മൾ ഈ അസിങ് സ്റ്റോറേജിനെ ഇമ്പോർട്ട് ചെയ്യണം. അടുത്തായിട്ട് സ്റ്റോർ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ. സ്റ്റോർ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, അതൊരു അസിങ് ഫങ്ഷൻ ആക്കണം. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ എഴുതാം. നെയിം ഉണ്ടെങ്കിൽ മാത്രം ഇത് കാണിച്ചാൽ മതി. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ? നെയിം ആൻഡ് കൊടുക്കാം. ഇപ്പം നെയിമിൻ്റെ വാല്യൂ empty സ്ട്രിങ് ആണ്, അതുകൊണ്ടാണ് ആ നെയിം ഇവിടുന്ന് ഇപ്പോൾ ഹൈഡ് ആയേക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു ബട്ടൺ കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ബട്ടൺ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടൺ കമ്പോണൻറ്റ് നമ്മുടെ കമ്പോണൻറ്റ് ഫോൾഡറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടൺ റിസീവ് ചെയ്യുന്ന 3 പ്രോക്സ് ഏതാണെന്ന് വെച്ചാൽ ലേബൽ എടുക്കുന്നുണ്ട്, അതായത് ഓൺ പ്രസ്, പിന്നെ ഒരു സ്റ്റൈൽ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ബട്ടൺ വിളിച്ചു, അതിലേക്ക് ലേബൽ പാസ് ചെയ്യണം. ലേബൽ നമുക്ക് സേവ് എന്ന് കൊടുക്കാം, സേവ് ഡാറ്റ എന്ന് കൊടുക്കാം. അതിൻ്റെ ഓൺ പ്രസ്സിൽ നമ്മളെന്താണ് വിളിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോർ ഡാറ്റ ഫംഗ്ഷൻ വിളിക്കാം. ഇനി നമുക്ക് നോക്കാം വാല്യൂ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യാനായിട്ട് അസിങ് സ്റ്റോറേജ് ഡോട്ട് സെറ്റ് ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം. അസിങ് സ്റ്റോറേജിൽ സേവ് ചെയ്യാം. മൈ കീക്ക് പകരം നമുക്കിവിടെ നെയിം എന്ന് കൊടുക്കാം. വാല്യൂവിന് പകരം നമ്മുടെ ഈ ഒരു നെയിം എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യും, അതുപോലെ തന്നെ അത് അസിങ് സ്റ്റോറേജിലേക്ക് സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡെവ് എന്ന് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നെയിം ഉള്ളതുകൊണ്ട് നെയിം വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു അലേർട്ട് കൂടെ കൊടുക്കാം. അലേർട്ട് ഡാറ്റ സേവ്ഡ് എന്ന് പറഞ്ഞ ഒരു അലേർട്ട് കൂടെ കൊടുക്കാം. ഇത് നമ്മൾ ഈ സേവ് ഡാറ്റ ബട്ടൺ കൊടുക്കുമ്പം അലേർട്ട് ഡാറ്റ സേവ്ഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ഒന്ന് റീലോഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നെയിം വന്നിട്ടില്ല. കാരണം എന്തുവാ? നമ്മുടെ ഈ നെയിം എന്ന് പറയുന്ന സ്റ്റേറ്റ് അത് empty ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വാല്യൂവിനെ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്നൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതൊന്നും അതിനൊരു സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈലിൽ ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്നൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വാല്യൂവിനെ ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് വാല്യൂ ഗെറ്റ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ. നമുക്കത് കോപ്പി ചെയ്തെടുക്കാം.
പിന്നെ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഗെറ്റ് ഡാറ്റ ബട്ടണിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് വാല്യൂ ആണ് എടുക്കുന്നത് അതിൻ്റെ കൊടുത്തേക്കുന്ന കീ ആണ് നമ്മൾ ഈ ഗെറ്റ് ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷനിനുള്ളിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നെയിം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സെറ്റ് ഐറ്റത്തിൽ നെയിം എന്നാണ് ആ കീ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നെയിം എന്ന് പറയുന്ന കീ ആയിരിക്കണം ഈ ഗെറ്റ് ഐറ്റത്തിലേക്ക് പാസ് ചെയ്യേണ്ടത്. വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്നതിൽ നമുക്കൊരു ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. വാല്യൂ എന്ന് പറഞ്ഞ് കൺസോൾ കൊടുത്ത് വെക്കാം. നമുക്കത് കാണാനായിട്ട് കൊടുത്തു നോക്കാം. നമ്മൾ ഗെറ്റ് ഡാറ്റ വിളിച്ചു, നമുക്ക് വാല്യൂ ഇവിടെ ഡബ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു വാല്യൂവിന് ഇവിടെ ഒരു അലേർട്ടിൽ കൊടുത്തു നോക്കാം. അലേർട്ട് വാല്യൂ ഈസ് വാല്യൂ. ഇപ്പോൾ നമ്മുടെ അസിക് സ്റ്റോറേജിൽ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ ഡെവ് എന്നാണ്. ഇനി നമുക്കിവിടെ പുതിയൊരു സ്ട്രിങ് ആഡ് ചെയ്യുന്നു. നമ്മളത് സേവ് ചെയ്യുന്നു. ഡാറ്റ സേവ്ഡ് എന്നുള്ള അലേർട്ട് വന്നു. ഇനി നമ്മുടെ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഗെറ്റ് ഡാറ്റ കൊടുക്കുന്നു. അപ്പോൾ ആ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. ഡെവാപ്സ് മലയാളം എന്ന് വന്നിട്ടുണ്ട്. ഡെവാപ്സ് മലയാളം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അലേർട്ട് മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂവിനെ നമ്മൾ സെറ്റ് നെയിം എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഗെറ്റ് ഡാറ്റ വിളിക്കുന്നു. ഗെറ്റ് ഡാറ്റ വിളിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത് അസിക് സ്റ്റോറേജിൽ നിന്ന് നെയിം എന്ന് പറയുന്ന കീയിലുള്ള വാല്യൂ ഈ ഒരു കോൺസ്റ്റ് വാല്യൂവിലേക്ക് എടുത്ത് വെക്കും. ആ വാല്യൂവിനെ നമ്മൾ സെറ്റ് നെയിം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റിനകത്തേക്ക് നെയിം എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ താഴെ കോഡ് റീഫ്രഷ് ആകുമ്പോൾ നെയിം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് കമ്പോണൻറ്റ് കാണിക്കും. അപ്പോൾ അവിടെ നെയിം വന്നിട്ടുണ്ട്. അടുത്തൊരു മെയിൻ ഫംഗ്ഷനാണ് റിമൂവ് ഐറ്റം. അപ്പോൾ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കോപ്പി ചെയ്യാം. അതായത് നമുക്ക് ആ ഒരു വാല്യൂവിനെ റിമൂവ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റ് റിമൂവ് വാല്യൂ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബട്ടൺ കൂടെ കൊടുക്കാം. റിമൂവ് ഡാറ്റ, അതിൽ നമ്മൾ
റിമൂവ് വാല്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു. നമ്മൾ വേറൊരു ബട്ടൺ കൊടുത്തു. ഇനി നമ്മൾ റിമൂവ് വാല്യൂ വിളിക്കുമ്പോൾ നമ്മൾ റിമൂവ് വാല്യൂവിനുള്ളിൽ അസിങ്ക് സ്റ്റോറേജ് ഡോട്ട് റിമൂവ് ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയിം എന്ന് പറയുന്ന കീ ആണ് ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം റിമൂവ് ഡാറ്റ വിളിച്ചു. പക്ഷേ നമ്മുടെ ഈ നെയിമിൻ്റെ വാല്യൂ ചേഞ്ച് ആയിട്ടില്ല. കാരണം എന്തുവാ, നമ്മളിപ്പോൾ ഈ സ്റ്റേറ്റിൽ ഒരു വാല്യൂ ഉണ്ട്, ഓൾറെഡി ഈ നെയിം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വാല്യൂ ഉണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് റീലോഡ് ചെയ്താൽ ആ നെയിം പോയി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡെവ് എന്നൊരു വാല്യൂ കൊടുത്തു, സേവ് ചെയ്തു. അതിനുശേഷം റീറെൻഡർ ആയപ്പോൾ ആ ഡാറ്റ പോയി. നമ്മൾ ഗെറ്റ് ഡാറ്റ വിളിച്ചപ്പോൾ പിന്നെ നെയിം വന്നു. അതിനുശേഷം നമ്മൾ ഈ റിമൂവ് ഡാറ്റ കൊടുത്തു. റിമൂവ് ഡാറ്റ കൊടുത്തപ്പോഴത്തേനും ഈ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റിനകത്ത് ആ ഡെവ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് സെറ്റ് നെയിം അതുകൂടെ എം ടി ആക്കണം. സെറ്റ് നെയിം എം ടി ആക്കുക, റിമൂവ് വിളിക്കുക, ആ വാല്യൂ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗെറ്റ് ഡാറ്റ വിളിച്ചാൽ നമുക്ക് വാല്യൂ കിട്ടുന്നില്ല. കാരണം എന്തുവാ, ആ ഒരു കീയിലെ വാല്യൂ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഫംഗ്ഷനാണ് ക്ലിയർ ഡാറ്റ. അതായത് നമ്മുടെ അസിങ്ക് സ്റ്റോറേജിലുള്ള വാല്യൂസിനെ, അതായത് ഫുൾ അസിങ്ക് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലിയർ ഡാറ്റ. ക്ലിയർ ഡാറ്റയ്ക്ക് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ക്ലിയർ ഓൾ ഡാറ്റ. അതൊരു അസിങ്ക് ഫംഗ്ഷനാണ്. അതിൽ നമുക്കൊരു ട്രൈ ക്യാറ്റ് ഇടാം. അതിൽ വെയിറ്റ് അസിങ്ക് സ്റ്റോറേജ് ഡോട്ട് ക്ലിയർ, അസിങ്ക് സ്റ്റോറേജ് ഡോട്ട് ക്ലിയർ വിളിക്കാം. അതിനുശേഷം ഈ ക്ലിയർ ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ക്ലിയർ ഡാറ്റ ഫംഗ്ഷന് കോൾ ചെയ്യാം. ഞാൻ ഡെവാപ്സ് മലയാളം എന്നൊരു നെയിം കൊടുത്തിട്ട് അത് സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗെറ്റ് ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നെയിമിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റിമൂവ് ഡാറ്റ എന്ന് കൊടുത്താൽ എന്തുവാ, റിമൂവ് ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുവാണെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്നത് അവൈറ്റ് അസിങ്ക് സ്റ്റോറേജ് ഡോട്ട് റിമൂവ് ഐറ്റമാണ്. അതായത് ഒരു ഐറ്റമാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഐറ്റത്തിനുള്ളിലേക്ക് നമ്മൾ ഏത് കീ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ കീ ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ബട്ടണിൽ കോൾ ചെയ്തേക്കുന്ന ക്ലിയർ ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ക്ലിയർ ഓൾ ഡാറ്റ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കോൾ ചെയ്തേക്കുന്ന അസിങ്ക് സ്റ്റോറേജ് ഡോട്ട് ക്ലിയർ ആണ്. അതെന്തുവാ, ഇറേസ് ഓൾ അസിങ്ക് സ്റ്റോറേജ് ഫോർ ഓൾ ക്ലയൻറ്റ്. അതായത് ഈ അസിങ്ക് സ്റ്റോറേജിലുള്ള എല്ലാ ഡാറ്റാനെയും അത് റിമൂവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളത് കോൾ ചെയ്തു. ഇപ്പോൾ ആ വാല്യൂ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ വാല്യൂ പോയിട്ടുണ്ട്. നമ്മൾ ഈ ഗെറ്റ് ഡാറ്റ വിളിച്ചാലും ആ വാല്യൂ കിട്ടത്തില്ല. പക്ഷേ ആ ഫസ്റ്റ് ടൈം അത് പോകാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സെറ്റ് നെയിം എടുത്തിട്ട് ഇവിടെയും കൂടെ കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഡെവാപ്സ് മലയാളം എന്ന് കൊടുത്ത് സേവ് ചെയ്തു. അതിനുശേഷം വന്നിട്ട്
ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഗെറ്റ് ഡാറ്റ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ആ വാല്യൂ വന്നിട്ടുണ്ട്. ക്ലിയർ ഡാറ്റ കൊടുത്തു, ആ വാല്യൂ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇതാണ് ഈ 4 ഫങ്ഷനാലിറ്റിയാണ് നമ്മൾ മെയിൻലി അസിങ്ക് സ്റ്റോറേജിൽ യൂസ് ചെയ്യുന്നത്. ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. അസിങ്ക് സ്റ്റോറേജ് ഡോട്ട് സെറ്റ് ഐറ്റം. ആ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ 2 പാരാമീറ്ററാണ് പാസ് ചെയ്യുന്നത്. ഒന്ന് ഒരു കീ, അതുപോലെ തന്നെ ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ട ആ വാല്യൂ. രണ്ടാമത്തെ ഒരു ഫങ്ഷനാലിറ്റിയാണ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂവിനെ നമ്മൾ റീഡ് ചെയ്തെടുക്കണം. നമ്മുടെ ഡിവൈസിൻ്റെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് അസിങ്ക് സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ പാസ് ചെയ്യുന്നത് ആ കീ ആണ് പാസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു ഫംഗ്ഷനാണ് ഈ അസിങ്ക് സ്റ്റോറേജിൽ നമ്മൾ ഈ ഒരു വാല്യൂ അല്ല, കുറേ അധികം വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂവിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അസിങ്ക് സ്റ്റോറേജ് ഡോട്ട് റിമൂവ് ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. അതിലേക്ക് നമ്മൾ ആ കീ പാസ് ചെയ്യുന്നു. ഏത് കീയിലെ വാല്യൂ ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ കീ പാസ് ചെയ്യുന്നു. അടുത്തൊരു ഫംഗ്ഷനാണ് ക്ലിയർ ഓൾ ഡാറ്റ. ക്ലിയർ ഓൾ ഡാറ്റ വിളിച്ചാൽ നമ്മൾ ഈ അസിങ്ക് സ്റ്റോറേജിൽ ഏതൊക്കെ കമ്പോണൻറ്റിൽ എവിടെയൊക്കെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ആ വാല്യൂ എല്ലാം ക്ലിയർ ആകും.